ഹായ് ഹലോ. മോഹൻലാൽ ജിത്ത് ജോസഫ് കൂട്ടുകെട്ടിൽ റിലീസ് ആവേണ്ടിയിരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ചിത്രമായിരുന്നു റാം എന്ന് പറഞ്ഞ ചിത്രം. ഒരുപാട് കാലങ്ങളായി ഷൂട്ടിംഗ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റ്പോണ്ടായി വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂ ആയപ്പോൾ തന്നെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് മാറുന്നുണ്ട്. ഒരുപക്ഷെ ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെയായിരിക്കും. ഇവർ ആദ്യമായി ഒന്നിച്ച ദൃശ്യം എന്ന് പറഞ്ഞ ചിത്രം ഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു. പിന്നെ 12th മാൻ അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ദൃശ്യം 2 OTT റിലീസായിരുന്നു. പിന്നീട് നേര് ഗംഭീരമായിട്ടുള്ള ചിത്രം തന്നെയാണ്. അതിൻ്റെ ഇടയിലേക്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ട് റാം എന്ന് പറയുന്ന ചിത്രം മോഹൻലാലിനെ കൂടാതെ തമിഴ്നാടിയായ തൃഷ കൃഷ്ണൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങിയ പ്രധാനപ്പെട്ട റോൾ വരുന്നിരുന്നു. ഒരു പോലീസ് സ്റ്റോറി തന്നെയായിരുന്നു. മോഹൻലാൽ ആയിട്ട് വരുന്ന ഒരു ആക്ഷനും എല്ലാം പ്രാധാന്യം നൽകിയ ചിത്രമായിരുന്നു. റാം 1, 2 എന്ന് പറയുന്ന 2 പാട്ടുകളായിട്ട് ഇറക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ എന്തോ എങ്ങും എത്താതെ റാം ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കിട്ടിയ ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് പ്രകാരം ദൃശ്യം 3ക്ക് മുമ്പായിട്ട് റാമിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കാൻ പോകുകയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് റാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. ബൈ ബൈ.